ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭക്ഷ്യക്കിറ്റുകളും ധനസഹായങ്ങളും ആനുകൂല്യങ്ങളായി നമ്മുടെ വീടുകളിലും ലഭിക്കും. കൂടാതെ വിവിധ ക്ഷേമ പദ്ധതികളും രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും APL BPL വ്യത്യാസമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഭക്ഷ്യക്കിറ്റ് ആനുകൂല്യം ലഭ്യമാകുന്നത്. നമ്മുടെ രാജ്യത്ത് അരിവില കുതിച്ചുയരുകയാണ്. മുൻ വർഷത്തേക്കാൾ 14% അരിവിലയിലുള്ള വർധനവ്. ഈ പശ്ചാത്തലത്തിലാണ് സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ ഭാരത് അരി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേവലം 29 രൂപ നിരക്കിൽ ലഭിക്കുന്ന ഭാരത് ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി 6 മുതൽ തന്നെ രാജ്യത്തെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. 5 കിലോ 10 കിലോ എന്നിങ്ങനെ വിവിധ പാക്കറ്റുകളിലാണ് ഭാരത് അരി ലഭിക്കുന്നത്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം. ഭാരത് ആട്ട എന്ന ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പരിപ്പും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസായി എത്തുന്നത്. സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫെഡ്, NCCF, കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ, സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവയൊക്കെ വഴിയാണ് ഇതിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് 27 രൂപ 50 പൈസ നിരക്കിലും ഭാരത് ദാൽ എന്ന പരിപ്പ് കിലോഗ്രാമിന് 60 രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത്. 2000-ലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത്. ഭാരത് അരിയും ഈ മാതൃകയിലായിരിക്കും വിൽക്കുന്നത്. കുതിച്ചുയരുന്ന അരിവിലയിൽ വലയുന്ന ജനങ്ങൾക്ക് ഇത് ഒരു ആശ്വാസമായിരിക്കും. മാത്രമല്ല, അടുത്ത 5 വർഷം വരെ AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും BPL പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിക്കുകയും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ അടുത്ത 5 വർഷത്തേക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും. മഞ്ഞ കാർഡിന് ഒരു മാസം 35 കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത്. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും. രാജ്യത്തെ 81 കോടി ജനങ്ങൾക്കും കേരളത്തിലെ 1.5 കോടിയോളം ജനങ്ങൾക്കുമാണ് ഈ സൗജന്യം 5 വർഷത്തേക്ക് കൂടി തുടർച്ചയായി ലഭിക്കുക. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. എന്നാൽ ഇവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാരത് റൈസ് കുറഞ്ഞ നിരക്കിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനം മുഖേന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം 3 ഗഡുക്കളായി മൊത്തം 6000 രൂപ വീതം വർഷം ലഭിക്കുന്നു. ഈ ആനുകൂല്യം വാങ്ങുന്ന നിരവധി സ്ത്രീ ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇരട്ടിയോളം വരുന്ന ധനസഹായമാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് 6000 രൂപയുടെ സ്ഥാനത്ത് 12000 രൂപ നൽകാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ ഓരോ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ 4000 രൂപ വീതം സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ ബജറ്റിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. PM കിസാൻ പദ്ധതിയിൽ പുതിയതായി അപേക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ എല്ലാ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 2018-19 വർഷത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിന്റെ ഭാഗമായി ഹാജരാക്കണം. ഇതിനോടൊപ്പം റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയവയും അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിലെ പേരും ആധാറിലെ പേരും ഒന്നായിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ നോഡൽ ഓഫീസർമാർ ഇത് കൃത്യമായി പരിശോധിച്ച് അപ്രൂവ് ആക്കുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്ക് നമ്മുടെ ഡാറ്റ എത്തുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഗഡുതുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും. വളരെ പ്രയോജനകരമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.